ഹലോ. ഹലോ, ഉം. ഞാന് ശ്രേയയുടെ ഹസ്ബൻഡാണേ. മനസ്സിലായി. ആ, നാളെ വരാൻ ടൈം ഉണ്ടാവോ? എത്ര മണിക്ക് വരുന്നു? ഒരു 10:30, ഒരു 11 മണിയാകുമ്പോൾ ടൗണിൽ വന്നാൽ മതിയായിരുന്നു. ടൗണില് എവിടെയാ? ടൗണില് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലല്ല, സൈഡിലായിട്ടൊരു കോഫി ഷോപ്പുണ്ട്. ഒരു വലിയൊരു ലോഡ്ജൊക്കെ ഉള്ളതിന്റെ തൊട്ട് സൈഡിലായിട്ട്. നമുക്ക് അവിടെ ഇരുന്നാല് സ്വസ്ഥമായിട്ട് സംസാരിക്കായിരുന്നു. വന്നൂടെ? കുഴപ്പമില്ലല്ലോ. ഇല്ല. ശ്രേയോട് പറഞ്ഞോ? ഇല്ല, ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവളറിയില്ല. അല്ല, അവളറിയണ്ട. അവളറിഞ്ഞാ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ? തെറ്റിദ്ധരിക്കല്ല. അവളോട് പറയാണ്ട് ഞാൻ വന്നാ പറ്റിക്കുന്ന പോലെ ആവോ? അല്ല, അതല്ല, അത് തൽക്കാലം അവൾ അറിയണ്ട. കാരണം എന്താന്ന് വെച്ചാലേ, നിങ്ങള് എന്തായാലും ലേഡീസ് അല്ലേ, നിങ്ങള് ചിലപ്പോ നമ്മള് തമ്മില് വേറെന്തെങ്കിലും സംസാരിക്കുന്നതാണോ എന്ന് തെറ്റിദ്ധരിച്ചാലോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ എന്തേ? അല്ല, അതുകൊണ്ട് അല്ലെങ്കിലും അവളറിയുമ്പോൾ ചോദിക്കൂലേ, നിങ്ങൾ തമ്മിൽ പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാർ, നിങ്ങൾക്ക് എന്താണ് ഇത്ര രഹസ്യമായിട്ട് സംസാരിക്കാനുള്ളതെന്ന് തോന്നൂലേ? അപ്പൊ കാര്യം പറയാലോ. അല്ല, അങ്ങനെ കാര്യം പറയുമ്പോ അത് അവൾക്കൊരു ഷെയിമുകളായിട്ട് തോന്നില്ല. അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരെ. എന്റെ ഫ്രണ്ട്സിനോട് എന്തിനു പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വരാം. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ ഒന്നുമില്ലല്ലോ. അല്ല, വേറെ ഒന്നുമില്ല. അല്ല, എനിക്ക് ഈ വിഷയമാണ് സംസാരിക്കാനുള്ളത്. അത് എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായാൽ നിങ്ങൾക്ക് ഒന്ന് ശ്രേയയോട് സംസാരിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ഞാൻ പറഞ്ഞതായിട്ടല്ലാണ്ട്, ഇത് നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാ കൊച്ചുങ്ങളൊന്നും ആവാതെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോ അവള് തുറന്ന് പറയായിരിക്കൂലേ? പറയായിരിക്കും. അത് എനിക്ക് പിന്നെ അല്ല, ഇത്രയും മാസായിട്ട് ഒന്നും ഇതും അടുപ്പവും ഇല്ല. എനിക്ക് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല? അല്ല, എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഇത് സംസാരിച്ചത്. പിന്നെ നിങ്ങൾക്കറിയാലോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും മാസമായിട്ടും ഒന്ന് തൊടാൻ പോലും സമ്മതിക്കാത്തൊരു ഭാര്യയെ കൂടെ ഉണ്ടായിട്ട്, പൊതുവെ ഒരു ആണുങ്ങൾ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ കല്യാണം കഴിച്ചാൽ നമ്മള് ആഗ്രഹിക്കുന്നത് അറിയാലോ. ഞാൻ കൂടുതൽ സംസാരിക്കണ്ടല്ലോ. അല്ല, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എന്നാലും അതിന്റെ ആ ഒരു ഫീല് മനസ്സിലാവൂലേ സംസാരിക്കുമ്പോൾ? അതറിയാം. എന്തിനാലും ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അല്ല, എന്നോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ട് വിളിക്കുന്നതാണോ? ആരോട്? എന്നോട്. അല്ല, ശ്രേയോടിപ്പോ എനിക്കിപ്പോ ശ്രേയോട് മാത്രമല്ലേ താല്പര്യമുള്ളൂ. ഞാൻ ശ്രേയയുടെ ഫ്രണ്ട്സായി പോലെ കണ്ടിട്ടാണ് ഞാനിപ്പോ നിങ്ങളെ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ നേരിട്ട് ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. വേറെ അങ്ങനെയുള്ള ഇത് കൊണ്ടൊന്നുമല്ല ഞാൻ വിളിക്കുന്നത്. നമുക്കൊന്ന് സംസാരിക്കാം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ സംസാരിച്ചിട്ട് ശ്രേയ റെഡിയാവുകയാണെങ്കിൽ എനിക്ക് പറയാം ഒന്നുമില്ല, അതൊരു വലിയ ഉപകാരമായി മാറുമായിരുന്നു. അവള് റെഡി ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതെനിക്കറിയില്ല. പിന്നെ നമുക്കൊന്ന് നേരിൽ കണ്ട് സംസാരിച്ച് നോക്കാന്ന് മാത്രം. അല്ല, എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് പറയാട്ടോ. ഇല്ല, നിങ്ങളോടിപ്പോ എനിക്ക് അങ്ങനെ എല്ലാ സ്ത്രീകളോടും അങ്ങനെ താല്പര്യം ഉള്ളത് കൊണ്ടൊന്നല്ല വിളിച്ചത്. പിന്നെ അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം?
അല്ല, പൊതുവെ ആണുങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര മാസമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോ, അല്ല, ഈ പറയുന്നതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്നെ അങ്ങനെ ഒരു സംശയമായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി അതല്ല നിങ്ങൾക്ക് എന്നോട് അങ്ങനെ വല്ല താല്പര്യം ഉള്ളത് കൊണ്ടാണോ? സംശയല്ല. അല്ല, ശ്രേയ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഇത് വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല, ശ്രേയ അറിയണ്ടെന്ന് പറഞ്ഞത് അത് അവളുടെ ഫ്രണ്ടോട് ഇതുപോലുള്ളൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടില്ല അവൾക്ക് അങ്ങനല്ലേ തോന്നുവോ? അതുകൊണ്ടാണ് അറിയണ്ടെന്ന് പറഞ്ഞത്. അത് വിചാരിച്ച് എന്നോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ടാണോ കുറച്ച് അധിക സമയം വേണമെന്ന് പറഞ്ഞത്? അല്ലല്ലല്ല, അങ്ങനെയല്ല. നമുക്ക് ഒരുമിച്ച് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടണം വന്നിട്ട്. കാരണം എനിക്കും നിങ്ങളെ വലിയ പരിചയമില്ല. ശ്രേയയുടെ സുഹൃത്ത് എന്നുള്ള രീതി മാത്രമല്ല എനിക്കറിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വന്ന് സംസാരിച്ചിട്ട് പോകേണ്ട ഒരു തിരക്കുള്ളൊരു വരവാവരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ ഞാൻ നാളെ വരാം. നാളെ ഒരു 11 മണിയാകുമ്പോഴേ എത്തുള്ളൂ അല്ലേ? പിന്നെ നമുക്ക് ശ്രേയ എന്തായാലും ശ്രേയയുടെ ഫ്രണ്ടാണല്ലോ, നമുക്ക് ഒരുമിച്ച് ഫ്രണ്ട്സ് ആകാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് നല്ലൊരു ഫ്രണ്ടായിട്ട് മുന്നോട്ട് പോകാം. അതിൽ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കാനോ ഒന്നിനും അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് അവളുടേതായ ഒരു ലോകത്താണ് അവളുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്സായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, താല്പര്യമുണ്ട്. ഞാൻ ചോദിച്ചു നോക്കിയത്. അപ്പോ പറ്റിക്കുന്ന പോലെ ആവൂലല്ലോ അല്ലേ? അത് അങ്ങനെയാ പറ്റിക്കുന്ന പോലെ ആവുക? ഇപ്പം എനിക്കറിയില്ലല്ലോ ശ്രേയക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടോ, അല്ലെ ആണുങ്ങളായ സുഹൃത്തുണ്ടോന്നും എനിക്കറിയില്ലല്ലോ. അല്ല, അല്ലെങ്കിലും അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലല്ലോ. താല്പര്യമില്ല, അത് ഞാൻ പറഞ്ഞ ഈ ഫ്രണ്ടിന് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയൊന്നും കിട്ടൂലെന്ന് അറിയാം. അത് കറക്റ്റാണ് കേട്ടോ. ഇപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ നല്ല താല്പര്യമുള്ളതാണ്. പക്ഷെ എനിക്ക് കിട്ടിയ ആള് ഇതിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരാളായി പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാന് അല്ല, കല്യാണം പറയും അല്ല, ഒന്നുമില്ല, എനിക്ക് താല്പര്യമുണ്ട്. അതെ, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പൊ നമ്മള് ഇത് ആരോടും പാടി പറഞ്ഞ് നടക്കണ്ടല്ലോ. ഇപ്പൊ ആരോടും പറയണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മള് വളരെ ശ്രദ്ധിച്ച് രഹസ്യമായിട്ടൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരും അറിയാനൊന്നും പോകുന്നില്ല. അപ്പൊ നിങ്ങളിങ്ങനെ സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് ഒറ്റയ്ക്ക് ചെയ്ത് മതിയേ. എങ്ങനെ? അല്ല, കല്യാണം കഴിയാതെ കൊണ്ട് നമുക്കും മനസ്സിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അത് അങ്ങനെ ഉണ്ടാവുമോ? ആണുങ്ങൾക്കായാലും ഉണ്ടാവൂലേ? ഒറ്റക്ക് ചെയ്ത് എനിക്കും മടുത്തു. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാന് റെഡിയാണ് കേട്ടോ. അതാ ഞാൻ മുന്നേ ചോദിച്ചത്, എന്തെങ്കിലും താല്പര്യം വെച്ചിട്ടാണോ എന്നെ വിളിച്ചത്? എനിക്കത് അങ്ങനെ നമ്മൾ കാണുന്നതിനും സംസാരിക്കുന്നതിനും മുൻകൂട്ടി അങ്ങനെ ചോദിക്കാനും പറയാനും പറ്റില്ലല്ലോ. കാരണം എന്റെ വൈഫിന്റെ ഫ്രണ്ടല്ലേ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ അങ്ങനെ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് സംസാരിച്ചത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. അല്ല, അവൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. പിന്നെ സത്യമായിട്ടും അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല.
നാളെ 11 മണിക്കല്ലേ? 11 മണിക്ക് പോവാം. അപ്പൊ ഞാൻ റെഡി ആയിട്ട് വരാം.